കൊച്ചിത് എഴുന്നേറ്റോ ആവോ? അവിടെ ഫോണിൽ നോക്കിക്കണ്ട് കിടപ്പുണ്ടാവും. ചിന്നുവേ, ചിന്നുവേ, നീ കൊച്ചേ എഴുന്നേറ്റായിരുന്നോ? ആഹാ, ഈ കൊച്ചി ഇതുവരെ എഴുന്നേറ്റില്ലേ? എടി കൊച്ചേ എഴുന്നേറ്റേ, എഴുന്നേക്കാൻ. എന്തോന്നമ്മ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഒന്ന് പോലെ. ചിന്നു, നിനക്ക് ഇത്രയും ദിവസം ഉറങ്ങിട്ട് മതിയായിട്ടില്ലേ? നീ തന്നെയല്ലേ എന്തോ മീറ്റിംഗോ മറ്റോട്ടത് പറഞ്ഞത്? അതിന് പോവാൻ വൈകും, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഈ അമ്മയെ കൊണ്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഞാൻ എണീക്കാം. ചിന്നു, ഇനി ഞാൻ വിളിക്കല്ല, വേണേ മര്യാദയ്ക്ക് എഴുന്നേറ്റോ, അല്ലേതെ നിന്റെ മീറ്റിംഗ് ക്യാൻസൽ ആവും. എനിക്കൊരു പ്രശ്നമില്ല. മീറ്റിംഗോ? ഞാനിപ്പോ പറഞ്ഞു. കൊച്ചേ, നീ അതും മറന്നോ? നീ തന്നെയല്ലേ ഇന്നലെ എന്നോട് എന്തോ മീറ്റിംഗോ ഇന്റർവ്യൂ മറ്റോണ്ട് എന്നെ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞത്? ആ ദൈവമേ, മീറ്റിംഗ്! അമ്മ എന്നിട്ട് എന്നെ ഇപ്പഴാണോ വിളിക്കുന്ന? അത് ശരി, ഇപ്പൊ എല്ലാം എന്റെ തലയിലായോ? ഞാൻ എന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക കൊച്ചേ? നീ തന്നെയല്ലേ 5 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ലേറ്റ് ആക്കിയത്. അല്ല, ഇപ്പൊ എത്ര ടൈം? ഇപ്പോ 8 മണി കഴിഞ്ഞു. ആ 8 മണിയോ? ഇനി ഞാനവിടെ എപ്പോ എത്താനോ? ദിവണ്ണെ 9 മണിക്കല്ലയോ മീറ്റിംഗ്? ഇപ്പൊ ഇത് 1 മണിക്കൂറുണ്ടല്ലോ, പിന്നെന്താ? അതല്ല എന്റെ പ്രിയാമ്മ, എനിക്ക് കുളിച്ച് മാറ്റി ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ എത്തണ്ടായോ? അപ്പേക്കന്നെ ഒരുപാട് ലേറ്റ് ആവും. ആ അത് ശരിയാ, നിനക്ക് ഒരുങ്ങി ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ തോന്നത്തില്ലല്ലോ, പിന്നെ എങ്ങനെ സമയം തികയുന്ന? പിന്നെ എനിക്ക് എന്റെ ഈ സൗന്ദര്യം ആസ്വദിക്കണ്ടായോ? എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രിയയുടെ അത്ര സൗന്ദര്യം എന്തേ നോക്കില്ല. പ്രിയയോ? ഏത് പ്രിയ? ആരെ പ്രിയ? അവളെനിക്ക് കാണിച്ച ഞാൻ പറയാം അവളാണ് സുന്ദരി അല്ലെ ഞാനാണ് സുന്ദരി എന്ന്. നിന്റെ മുമ്പിൽ നിൽക്കല്ലായോ കൊച്ചേ, പിന്നെന്തിനാ വേറൊരു പ്രിയ? ഓഹോ, ഈ പ്രിയാമ്മ. ഈ പ്രിയാമ്മയുടെ സൗന്ദര്യം കണ്ടാണല്ലോ മിസ്റ്റർ ജോൺ വീണ പോയത്. അത് പോയ കൊച്ചേ. ചിന്നു, സംസാരിച്ചോണ്ടിരിക്കാൻ ടൈമില്ല, നീ വേഗം പോയി റെഡിയാക്കേ. ഓ ശരി പ്രിയാമ്മേ, ഒരു 10 മിനിറ്റ് ഞാൻ കുളിച്ചിട്ടേ ഇപ്പൊ വരാം. ആ നിന്റെ കാക്കക്കുളിയല്ലയോ? ഇന്നെങ്കിലും മര്യാദക്ക് തേച്ചൊരിച്ച് കുളിക്കാൻ നോക്കു കൊച്ചേ. ഓ കുളിച്ചോളാം അമ്മ, അമ്മ ചെല്ല്. വേഗാവട്ടെ. ഈ സൂര്യൻ എന്താ ഉറക്കമൊന്നുമില്ലേ? നേരത്തെ അങ്ങ് എഴുന്നേറ്റോളൂ, മനുഷ്യന്റെ ഉറക്കം കളയാൻ. ചിന്നു, നീ ഇവിടെ ഫോണിൽ തോണ്ടുകൂടി നിൽക്കുവാണോ? ദേ വന്ന് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആഹാ, കഴിക്കാനായോ? ദേ ഞാൻ ഇപ്പൊ വരാം. അല്ല, അവിടെ മോൻ പോയോ? മിസ്റ്റർ പ്രൊഫസർ അബിൻ? പിന്നല്ലാതെ അവൻ നിന്നെ പോലെയാണോ? അവൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി കുട്ടപ്പനായിട്ട് കോളേജിലേക്ക് പോയി. അമ്മയുടെ കുട്ടപ്പന്റെ ഈ രാവിലെയുള്ള പോക്ക് എന്തിനാണെന്നൊക്കെ അമ്മക്ക് വയ്യാതെ മനസ്സിലായിക്കോളും. എന്നാ ശരി പ്രിയാമേ, ഞാൻ ഇറങ്ങാട്ടോ. ചിന്നു, അത് മുഴുവനും കഴിച്ചിട്ട് എണീക്കാൻ മേലായിരുന്നു കൊച്ചേ. ഒന്നാമത് ടൈമില്ല അമ്മ, അല്ലേ ഇത് മുഴുവനും കഴിക്കായിരുന്നു. ആ എങ്കിൽ പിന്നെ ഉച്ചക്ക് മുമ്പേ എത്തിക്കണം. അമ്മ ഇതേ ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കും, പറഞ്ഞേക്കാം. ഓ ശരി പ്രിയാമേ, എന്നാ ഓക്കെ, ബൈ, ലവ് യു ഉമ്മ. ആ സൂക്ഷിച്ചു പോണേ ചിന്നു. ആ ശരി അമ്മ. ദേവി, ഈ ജോബിലും ഒന്ന് സെറ്റായി കിട്ടണേ. ആ എന്റെ അമ്മേ, എന്റെ നാടു. എന്താടോ തനിക്ക് എന്താ കണ്ണില്ലേ? അങ്ങനത്തെ ഒരു BMW ആരാടോ നിനകത്ത്? ഇറങ്ങി പാടോ, ഒരു പെങ്കോച്ചിനടിച്ച് തറയി കിട്ടതും പോരാ. അയ്യോ, കുഴപ്പമായോ? എന്നാ പറ്റിയടോ? അത് പിന്നെ സാർ, ഒരു സ്കൂട്ടി അടിച്ചതാ. അതിന്റെ അകത്തൊരു കൊച്ചായിരുന്നു. ഞാൻ പോയി മാനേജ് ചെയ്തിട്ട് വരാം. അതിനോ അതിന്റെ വണ്ടിക്ക് മറ്റത് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയണം, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി സാർ. എന്നതാണോ താനെന്നാ വണ്ടി നിറങ്ങാത്ത? ഇവിടെ എനിക്ക് വരുന്നത് പറ്റുന്നത് തനിക്ക് നോക്കിക്കൂടെ? കൊച്ചെ സോറി, അറിയാതെ വന്ന് ഇടിച്ചതാ, എന്റെ മിസ്റ്റേക്കാ. കൊച്ചു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആഹാ, താൻ കൊള്ളാലോ. താൻ നോക്കിക്കേ, എന്റെ വണ്ടിക്ക് സ്ക്രാച്ച് വീണ് കിടപ്പുണ്ട്. ഇത് ആരുടേക്ക് തരും? താൻ റെഡിയാക്കി തരുമോ? ആ അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. അല്ല, കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ എന്റെ വണ്ടിക്ക് പറ്റിയില്ലേ? അതിന് ആര് സമാധാനം പറയും? അത് കൊച്ചി പൈസ വെച്ചോ, ഈ പൈസ കൊണ്ട് കൊച്ചിന്റെ വണ്ടി റെഡിയാക്കാൻ പറ്റൂ. പൈസയൊന്നും വേണ്ട, പൈസ ചേട്ടൻ തന്നെ വെച്ചോ. അറിയാതെ വന്ന് ഇടിച്ചതല്ലേ, തൽക്കാലം ചേട്ടൻ പൊക്കോ. ഇയാളിതവിടെ എന്തെടുക്കുവാ? കൊറേ നേരമായാലും പോയിട്ട്. ഓ താങ്ക് യു കൊച്ചെ. കൊച്ച് ഇത്രയും പെട്ടെന്ന് വീടൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ വണ്ടിയുടെ അകത്ത് സാർ ഇരിപ്പുണ്ടായിരുന്നു. സാറിന് അത്യാവശ്യമായിട്ട് ചെന്നൈ വരെ പോണം.
ഞാനും വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോവാ. അതുകൊണ്ടാ ചേട്ടൻ ഞാനിപ്പോ വിടുന്നത് തന്നെ. ശരി കൊച്ചെ, കൊച്ചു പോയിട്ട് വാ. കൊച്ചിന് നല്ലതേ വരൂ. എന്നാ ഞാൻ പോട്ടെ. ഓ ശരി ചേട്ടാ, പൊക്കോ. എന്തായടോ, അതിന് വല്ലതും പറ്റിയോ? ഇല്ല സാർ, അതിനൊന്നും പറ്റിയില്ല. അതിന്റെ വണ്ടിക്ക് ചെറുതായിട്ട് സ്ക്രാച്ച് വീണ് കിടപ്പുണ്ട്. പക്ഷെ നല്ലൊരു കൊച്ചനോട് ക്യാഷ് ഒന്നും മേടിച്ചില്ല. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഓ അത് ശരി. എന്നാ പിന്നെ താൻ വിട്ടോ. ശരി സാർ. പോകുമ്പോ തന്നെ ആവശ്യകരമാണല്ലോ ദൈവമേ. നേരത്തെ ആടെയും വണ്ടി തട്ടി, ഇപ്പൊ ഇദ്ദേഹം വയലിൽ വെച്ച് പെട്രോളും തീർന്നു. ഇനി അങ്ങനെങ്ങാനും തിരിച്ചു പോയി കാണോ? പ്രിയാമേ ഞാൻ വന്നു. ചിന്നു, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരായി പോയിട്ട്? ഒന്നും പറയണ്ട പ്രിയാമ, ഇന്ന് എനിക്ക് ഫുൾ ഓൺ ഫുൾ പണിയായിരുന്നു. അതെന്നാ, എന്നാ പറ്റി? ഒക്കെ പറയാമ. അമ്മ ആദ്യം കഴിക്കാൻ വല്ലതും എടുത്തു വെക്ക്. ഈ എന്നാ പറ്റിയെന്ന് കൂടി പറഞ്ഞിട്ട് പോ. എന്റെ പൊന്നു പ്രിയാമ, വിശന്നിട്ട് പാടില്ല. ഇപ്പൊ അമ്മ കഴിക്കാൻ എടുത്തു വെച്ചില്ലേ ഞാൻ അമ്മയെ പിടിച്ചിരുന്നു പറഞ്ഞേക്കാം. ഓ ഭഗവാനെ, ഞാൻ എടുത്തു വെച്ചേക്കാം. നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ഓക്കെ, ദേ പോയി ദാ വന്നു. അത് ശരി, നീ എന്നാത്തിനാ അങ്ങേരോട് തട്ടിക്കയറാൻ പോയത്? ഞാനിങ്ങ് തട്ടിക്കയറിയില്ല അമ്മ. പിന്നെ ഒരു നല്ല കാര്യത്തിന് പോവല്ലയോ, അപ്പൊ വന്ന് വണ്ടി ഇടിച്ചാ എനിക്ക് ദേഷ്യം വരില്ലേ? സ്വാഭാവികം. ദേഷ്യം വരും, സ്വാഭാവികം. പക്ഷെ നീയല്ലേ കാന്താരി, അങ്ങേരെ നിന്ന നിപ്പിന് നീ ചുട്ട് കാണുമല്ലോ. എന്തേ പ്രിയാമ്മ രാവിലെ മുതൽ ട്രോളുവാണല്ലോ. അതൊക്കെ പോട്ടെ. അല്ല, നീ പോയ കാര്യം എന്തായി? ജോലി വല്ലത് ശരിയായോ? ശരിയാവാതെ ഈ സ്നേഹല്ലേ ആള്, എങ്ങനെ ശരിയാവാതിരിക്കും? അപ്പൊ ഈ ജോലി ശരിയായെന്നാണോ നീ പറയുന്ന? അതെ അമ്മ, ജോലിയൊക്കെ ശരിയായി. ബട്ട് എന്നാ പറ്റി വെച്ചേ? അത് പിന്നെ കമ്പനി നല്ല വലിയ കമ്പനിയൊക്കെയാ, പേര് കേട്ട കമ്പനിയാ. അവിടെയാ ജോബ് കിട്ടിക്കുന്നത്. നല്ല ശമ്പളം ഉണ്ട്. അത് നല്ല കാര്യല്ലേ? അതാണോ നിന്റെ പ്രശ്നം? അല്ല അമ്മ, കമ്പനി അങ്ങ് ചെന്നൈയിലാ, അതാ പ്രശ്നം. ചെന്നൈയിലോ? അവിടെയാണോ കമ്പനി? അമ്മ, അതാ പ്രശ്നം. ലീവ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതിലെന്നാടി, ലീവ് കിട്ടുമ്പോ എനിക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരാലോ. പക്ഷെ എനിക്ക് എന്റെ പ്രിയാമയും അഭിയേട്ടനൊക്കെ ഒത്തിരി മിസ് ചെയ്യും. ഏയ്, അതൊക്കെ ശീലായിക്കോളും കൊച്ചേ. ഈ ജോലി കിട്ടിയത് തന്നെ ഭാഗ്യം. ആഹാ, വന്നല്ലോ മിസ്റ്റർ പ്രൊഫസർ അബിൻ. അല്ല, എന്നാ പ്രൊഫസറെ, ഇന്ന് ക്ലാസ് ഉച്ചക്ക് കഴിഞ്ഞോ? ഏയ് ഇല്ലടി, എനിക്കാണെ നല്ല തലവേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. എന്നാ മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ വല്ലതും കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മ ഫ്രഷ് ഒക്കെ ആവാം. അതിനു മുമ്പ് പറ, ഇവക്ക് എന്താ വെച്ചേ? ഇവളുടെ മുഖം എന്താ ഇങ്ങനെ വീർത്തിരിക്കുന്ന? ഏയ് അതൊന്നുമില്ലടാ, നീ ചെല്ലേ. അമ്മ ഞാൻ പോവാം. പക്ഷെ ഇവക്ക് എന്താ പറ്റിയേ? അല്ലേ ഞാൻ വന്ന ഉടനെ എന്നെ വന്ന് ചൊറിയാൻ നിൽക്കുന്നതാണല്ലോ. എടാ ചേട്ടാ, നിന്നടിക്കേ ഒരു 5K അടിക്കാനുണ്ടാവോ? 5K? അതിനകത്തിനടി നിനക്ക് അത്രയും പൈസ? അത് പിന്നെ ചേട്ടാ, എന്റെ വണ്ടിയെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയി, അത് റെഡിയാക്കാൻ വേണ്ടിയോ. ഓ, അപ്പൊ അതായിരുന്നോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ട് നിൽക്കുന്ന? അത് പിന്നെ എന്റെ പ്രൊഫസറെ, എനിക്ക് ജോബ് കിട്ടി. ആഹാ, ജോബ് ശരിയായോ? അതിനാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന? അതൊന്നല്ല ഏട്ടാ, എനിക്ക് ചെന്നൈയിലൊരു കമ്പനിയിലെ ജോബ് കിട്ടിയേക്കുന്ന. ആഹാ, അതിനെന്നാടി ചെന്നൈയിലൊക്കെ ഒരു ജോബ് സെറ്റ് ആവാന്ന് പറഞ്ഞാലേ ചില്ലറ കാര്യമൊന്നല്ല. ചില്ലറ കാര്യമല്ലെങ്കിലും നോട്ട് കാര്യമല്ലെങ്കിലും എനിക്ക് പറ്റത്തില്ല നിങ്ങളൊക്കെ വിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ. അയ്യേ, നീ എന്നാടി കുഞ്ഞു കൊച്ചോ? ഒന്നുമില്ലെങ്കിലും നിനക്ക് 22 വയസ്സ് കഴിഞ്ഞില്ലയോ? ആഹാ, മിസ്റ്റർ മുതുക്ക് പ്രൊഫസറെ, ഈ പറയുന്ന പ്രൊഫസറിനുണ്ടല്ലോ 27 വയസ്സ്. എന്നിട്ട് നീ പുറത്തുപോയി ജോബ് വല്ലതും ചെയ്യുന്നുണ്ടോ? അത് പിന്നെ എനിക്കിവിടെ ജോബ് കിട്ടിയല്ലോ. പിന്നെ എന്നാത്തിനാ ഞാൻ പുറത്തുപോയി വർക്ക് ചെയ്യുന്ന? എന്തായാലും നിന്നെ വിട്ടു പോകുന്നതിലല്ല എനിക്ക് സങ്കടം, എന്റെ പ്രിയാമ്മ വിട്ടു പോകുന്നതിലാ. ഡിഡി, കെട്ടുപ്രായായി ഒരു വീട്ടിൽ കെട്ടിച്ചയക്കേണ്ട പെണ്ണാ നീ. എന്നാ പറയാനാടാ, ഈ പോക്ക് പോവാണെ കെട്ട് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഇവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും മിക്കവാറും. ചിലപ്പോ വന്നോന്ന് വരും. എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടം. ഇവിടെയാണല്ലോ എന്റെ പ്രിയാമ്മ ഉണ്ടാക്കുന്ന ചോറും സാമ്പാറും മീൻ വളർത്തതൊക്കെ കിട്ടുന്ന. ഓഹോ, അതിനു വേണ്ടിയാണല്ലേ, അല്ലാതെ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ സ്നേഹമില്ലാതെ എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ പ്രിയാമ്മയല്ലയോ. മതി ചിന്ന സോപ്പിട്ടത്. എടാ ചേക്ക, നിനക്ക് കഴിക്കാൻ വേണേ വാ, ഞാൻ എടുത്തു വെച്ചേക്കാം. ഓ അമ്മ, ഒരു 5 മിനിറ്റ്സ്, ഞാൻ ഇപ്പൊ വരാം. അമ്മ ചേട്ടൻ വരുന്നവരൊന്നും വെയിറ്റ് ചെയ്യണ്ട. ആ ചേട്ടൻ ആ വറുത്ത പീസ് എനിക്ക് ഇങ്ങോട്ട് എടുക്ക്. എനിക്കതിന് മണം അടിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. ഡി കുരുപ്പേ, എന്റെ ചിക്കനിലെങ്ങാനും നീ തൊട്ടാ നീ എന്നാ ചെയ്യടാ കോയി പ്രൊഫസറെ?
ഡെടി ഉണ്ണിമാൻ കേട്ടോ അത്രയും വലുപ്പമുള്ളവളെ നിന്റെ മുറി കിടക്കുന്ന ആ പാവയുണ്ടല്ലോ അതിനെ പിടിച്ച് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തൊന്ന് വരും പറഞ്ഞേക്കാം. ചേട്ടാ വേണ്ട, അതിനെങ്ങാനും എന്തെങ്കിലും ചെയ്താണ്ടല്ലോ. ആഹാ അങ്ങനെയാണേലേ ഞാൻ കുളിച്ചു വരുന്നത് വരെ എന്റെ പീസിന്ന് ഒരു പീസ് പോലും നീ തൊട്ടു പോവരുത്. ഓ ഇല്ലടാ ദുഷ്ട ചേട്ടാ, കണ്ണിച്ചോരില്ലാത്തവൻ. കോളേജിലെ പിള്ളേരൊക്കെ ഇവരെ എങ്ങനെ സഹിക്കുന്നോ എന്തോ. വയസ്സ് 22 കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പാവയും പിടിച്ചോടെ നടക്കുവോ? എന്നാ പ്രൊഫസറെ തലവേദനയൊക്കെ കുറഞ്ഞോ? ഇപ്പൊ കൊഴപ്പില്ല, കുറവുണ്ട്. എന്തേ? ആ കുറവില്ലേ ചേട്ടാ, ഞാൻ ഫിക്സ് എടുത്ത് തരട്ടെ, ഞാൻ വേണേ പുരട്ടി തരാം. എന്നാടി നിനക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. ഈ ചേട്ടൻ മനസ്സിലായല്ലേ? മനസ്സിലായി. നീ കാര്യം എന്നാന്ന് വെച്ചാ പറ. അത് പിന്നെ ചേട്ടാ, അല്ല നീ ഇതെങ്ങോട്ടോ? അത് പിന്നെ എന്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണെന്ന് പറഞ്ഞില്ലേ ചേട്ടാ, അത് റെഡിയാക്കാൻ പോവായിരുന്നു. ഓ അത് ശരി. അപ്പോ അഭിയേട്ടൻ എനിക്ക് ഇന്നലെ ഒരു 5K തരാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ പറഞ്ഞോ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ദുഷ്ട, നിന്നോട് ഞാൻ ഇന്നലെ ക്യാഷ് ചോദിച്ചില്ലായിരുന്നോ? അഭി ഈ വെറുതെ മുങ്ങാൻ നോക്കണ്ട. എന്നതാ അഭിയെന്നോ? ഞാൻ നിനക്ക് ക്യാഷ് തന്നത് തന്നെ. അത് പിന്നെ സോറി ചേട്ടാ, എനിക്കൊരു 5K തരൂന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിങ്ങ് തരുവാണെ നല്ലതായിരുന്നു. നീ എന്നോട് 5K ചോദിച്ചായിരുന്നു, ബട്ട് ഞാൻ തരാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ല, എന്നാലും എനിക്ക് വേണം. അതിന്റെ കൂടെ ഒരു 2K കൂടി ആഡ് ചെയ്ത് അത് 7K ആയിട്ട് എനിക്ക് തരാൻ പറ്റുമോ? ഒന്ന് പോയേ ചിന്നു, എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി. എന്നാണോ ദുഷ്ടം പ്രൊഫസറെ, ഒരു 7K അല്ലേ, എന്തിനാണോ നീ ഇങ്ങനെ പിശുക്കണേ? പിശുക്കാനോ? ഞാനോ? നിനക്ക് ചോദിക്കുമ്പോ ഇങ്ങനെ ക്യാഷ് എടുത്ത് തരാനേ, ഞാൻ നിന്റെ ATM ഒന്നും അല്ല. എന്തുവാ ചേട്ടാ, ഒരു 7K അല്ലയോ, അല്ലാതെ 10K ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ചിന്നു, എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഇല്ല, ജിപേ അല്ല ക്യാഷ് ഒക്കെ ഉള്ളത്. അതൊന്നും കുഴപ്പമില്ല മിസ്റ്റർ, എന്റെ കയ്യിൽ ജിപേ ഉണ്ടല്ലോ, അതിലയച്ചാലും മതി. എനിക്കൊന്ന് ആലോചിക്കണം. എന്താ ചേട്ടാ, ഞാനേ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു, അപ്പേക്കും നീ അയച്ചേക്കണം കേട്ടല്ലോ. ചിന്നു ഞാൻ നോക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ ഞാൻ ഇറങ്ങുവാണേ. ആടാ മോനെ നിക്ക്, നീ ഇതേ കീ എടുത്തില്ല. അതിനാണെങ്കിൽ മറന്നേ പോയി. എന്നാ ശരി അമ്മ, ഞാൻ ഇറങ്ങുവാ. ചിന്നു മറ്റേ 2K നിനക്ക് എന്തിനായിരുന്നു? 2K അല്ല ചേട്ടാ, 7K. അതല്ലടി, നീ ആ 7Kന്റെ കൂട്ടത്തിലല്ലേ 2K കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞത്, അതെന്നാത്തിനാന്ന്? അത് പിന്നെ എനിക്ക് സൺഡേ അങ്ങ് ചെന്നൈയിലേക്ക് പോണം ചേട്ടാ, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാ. ഓ അതിനായിരുന്നോ? സൺഡേ ആയിരുന്നല്ലേ നിനക്ക് പോവണ്ടേ? ഞാൻ നോക്കട്ടെ. ശരി ചേട്ടാ, ചേട്ടൻ വേഗം നോക്കണേ, ചേട്ടന് നല്ലതേ വരൂ. ബൈ ബൈ. ശരി, ബൈ ബൈ. $15K ക്രെഡിറ്റഡോ? ഇതാരാ എനിക്കിപ്പോ 15K അയച്ചേക്കുന്ന? അഭിയേട്ടനാണോ വിളിക്കുന്ന? ഹലോ ചിന്നു, ഞാൻ പൈസ അയച്ചായിരുന്നു, വന്നിട്ടുണ്ടോ അതില്? ചേട്ടാ വന്നായിരുന്നു. അല്ല ഞാൻ 7K അല്ലേ ചോദിച്ചേ, ഇതിലിപ്പോ 15K ഉണ്ടല്ലോ. നീ ചെന്നൈയിലൊക്കെ പോവല്ലോ, അപ്പോ നിനക്ക് വേണ്ടുന്ന ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പൈസ വേണ്ടി വരും. നീ അതവിടെ വെച്ചോ. ഓ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു ചേട്ടനെ കിട്ടിയത് എന്റെ ഭാഗ്യ. മതി. എന്നാ ശരി ചിന്നു, ഞാൻ വെക്കുക, എനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ശരി പ്രൊഫസറെ, ഉത്തരവ്. ചിന്നു, നീ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമല്ലേ മേടിച്ചിട്ടുള്ളൂ, അല്ലാതെ അനാവശ്യമായി ഒന്നും മേടിച്ചില്ലല്ലോ? അമ്മ, ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. എന്നാ പോയി അതൊക്കെ കബോർഡിൽ എടുത്ത് വെച്ചേരെ. ശരി അമ്മ. അല്ല എന്റെ പൊന്നെവിടെ? എന്റെ പൊന്ന് വന്നായിരുന്നോ? പൊന്നോ? ഏത് പൊന്ന്? എവിടുത്തെ പൊന്ന്? വേറെ ആര്? എന്റെ അഭിയേട്ടൻ തന്നെ. അവരെപ്പയാ നിന്റെ പൊന്നായത്? പിന്നെ എന്റെ ചേട്ടനെ കണ്ടറിഞ്ഞ എനിക്ക് 15K അയച്ചു തന്നത്. പിന്നെ എന്റെ ചേട്ടൻ പൊന്നല്ലാതെ മുക്കുകൊണ്ടാണോ? അത് ശരി, അവൻ ഈ കള്ളമൊക്കെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുവാണോ? എന്ത് കള്ളം? അവൻ നീ ചോദിച്ച 7,000 തന്നുള്ളത് നേരാ, പക്ഷെ ബാക്കിയുള്ള 8,000 രൂപയും പപ്പ അവൻ അയച്ചു കൊടുത്തത്. അപ്പൊ പപ്പയായിരുന്നോ ബാക്കി ക്യാഷ് ഒക്കെ അയച്ചത്? ആടി, നിനക്ക് ക്യാഷിന് അത്യാവശ്യം വരുമെന്ന് പറഞ്ഞ് പപ്പ അയച്ചു കൊടുത്തത് അവന്.
അത് ശരി, ഞാനും വിചാരിച്ചു ഇവൻ എന്താ വട്ടായോ, എനിക്ക് 15K ഒക്കെ അയക്കാൻ മാത്രം. വിട്ടേരടി, അവൻ നിനക്ക് 7K എങ്കിലും അയച്ചു തന്നല്ലോ, അത് തന്നെ ഭാഗ്യം. എന്തായാലും അവനിങ്ങോട്ടേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ചിന്നു, വെറുതെ അവൻ വന്ന ഉടനെ അടി ഉണ്ടാക്കാൻ നിൽക്കാതെ നീ ഒന്ന് പപ്പയെ പോയി വിളിക്കേ. പപ്പ നീ വന്ന ഉടനെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ആ ആണോ? മിസ്റ്റർ ജോണിന് നമ്മളൊക്കെ വിളിക്കാൻ ഇപ്പൊ ടൈം ഉണ്ടല്ലേ? പപ്പക്ക് അവിടെ രാവിലെയൊക്കെ നല്ല തിരക്കല്ലേ ഓടി, പിന്നെ രാത്രി ഒന്ന് ടൈം കിട്ടുന്നേ. അപ്പയാണ് നിങ്ങളൊക്കെ പൂ തുറങ്ങുന്ന പോലെ ഉറങ്ങുമായിരിക്കും. ഇന്ന് എന്തോ പപ്പക്ക് ലീവാണെന്നാ പറഞ്ഞേ, അതുകൊണ്ട് നീ ഒന്ന് പോയി ചെന്ന് വിളിക്കേ. ഓ ശരി അമ്മ, ഞാൻ വിളിച്ചേക്കാം. ഇതൊക്കെ ആദ്യം പോയി ഒന്ന് എടുത്തു വെക്കട്ടെ. ശരി, ഒന്നും വലിച്ചു വാരിടാതെ മര്യാദക്ക് എടുത്ത് വെച്ചോണം. ഓ ശരി അമ്മ. ഹലോ ഹലോ മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോണിനെ നമ്മളെ വിളിക്കാനൊക്കെ ടൈം ഉണ്ടല്ലേ? എന്നാ പറയാനാ മോളെ, പപ്പയ്ക്ക് ഇവിടെ രാവിലെയൊക്കെ ഒടുക്കുന്ന തിരക്കാ, രാത്രി ഒന്ന് ടൈം കിട്ടുന്ന. അപ്പയാണെ നിങ്ങളെന്ന് വിളിച്ച കിട്ടത്തുമില്ല. രാത്രി 10-12 മണിക്കൊക്കെ എന്നെ വിളിച്ച എങ്ങനെ കിട്ടാനാപ്പാ? അപ്പക്ക് അറിയാവുന്നതല്ലേ ഉറക്കത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണെന്ന്. അത് ശരി, അത് നീ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ. ഇനി ജോലിയൊക്കെ ശരിയായല്ലോ, ജോലിക്ക് കയറിയ പിന്നെ നിന്റെ ഉറക്കമൊന്നും നടക്കത്തില്ല അവിടെ. അവിടെ നടക്കത്തില്ലെന്നറിയാം, റൂമിൽ വന്നാൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാലോ. സിയോടെ ക്യാമ്പിലല്ലേ നമുക്ക് ജോബ് കിട്ടിക്കുന്നേ, അപ്പോ സിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും മോള് വേണം ചെയ്യാൻ. ഒരു ദിവസെങ്ങാനും സിയോ ലീവായ മോക്ക അവിടുത്തെ എല്ലാ ചുമതലയും. ആ അതൊക്കെ എനിക്കറിയാം, പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും അതിനനുസരിച്ചുള്ള ശമ്പളം എനിക്ക് മഴപടി പോലെ കിട്ടുമല്ലോ. ആ അതൊക്കെ കിട്ടും. പിന്നെ നിന്റെ വീട്ടിലെ സ്വഭാവം അവിടെ പോയി എടുത്തേക്കരുത്, കേട്ടല്ലോ. ആ എടുക്കേണ്ടി വന്നാ എനിക്ക് എടുക്കേണ്ടി വരും, പക്ഷെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം. മോക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോള് പപ്പയെ വിളിക്കണം. എന്തെങ്കിലും കാശിന് അത്യാവശ്യം വന്നാൽ മോള് പപ്പയെ വിളിക്കാൻ മടിക്കണ്ട. ശരി അപ്പ, ഞാൻ വിളിക്കാന്നേ. അങ്ങനെ പറഞ്ഞോന്ന് കരുതി മോള് പപ്പയെ മുടിപ്പിക്കരുത്, കേട്ടല്ലോ. ഇല്ല പപ്പ, ഞാൻ പപ്പയുടെ മോള്. ഞാൻ ആവശ്യത്തിന് മാത്രമേ പപ്പയുടെ അടുത്ത് ക്യാഷ് ചോദിക്കൂ. ആ കാര്യത്തിന് മോള് പപ്പയുടെ മോളല്ല, അമ്മയുടെ മോളാ. എന്തുവാ അപ്പ, അപ്പ എന്നെ ട്രോളാണോ? പ്രിയാമ്മ രാവിലെ മുതൽ എന്നിട്ട് ട്രോളോ, ഇപ്പൊ ഇതേ പപ്പയും. അത് ശരി. അല്ല, എവിടെ എന്റെ പ്രിയക്ക് നീ ഒന്ന് കോള് കൊടുത്തേ, അവളെ കുറെ നേരം കൊണ്ട് വിളിക്കുക, കിട്ടുന്നില്ല. ആഹാ, അപ്പയുടെ പ്രിയയോ? പ്രിയാമ്മ ഇവിടെ നല്ല തകർത്ത കുക്കിങ്ങിലാ, എന്തോ കാര്യമായിട്ടുണ്ടാക്കുന്നുണ്ട്. അത് ശരി, കുക്കിങ്ങിന്റെ കാര്യത്തില് അവള് പണ്ടേ അടിപൊളിയാണല്ലോ. പിന്നല്ല, ആ കാര്യത്തില് എന്റെ അമ്മ മിടുക്കിയ. എന്നാ പിന്നെ അവളുടെ കുക്കിംഗ് ഒക്കെ നടക്കട്ടെ, അപ്പൊ പിന്നെ വിളിക്കാന്ന് പറഞ്ഞേക്ക്. ശരി അപ്പ, എന്റെ ഫോണിലും ചാർജ് തീരാൻ കിടക്കുമായിരുന്നു. എന്നാ ഓക്കെ, ബൈ. ആ എന്നാ മോള് ചെന്ന് ഫോണ് കുത്തിയിട്ടോ. പിന്നെ മോൾ അവിടെ ചെന്നൈയിൽ എത്തിയിട്ട് ടൈം കിട്ടുമ്പോഴൊക്കെ പപ്പയും അമ്മയൊക്കെ വിളിക്കണം, കേട്ടല്ലോ. ഓ ശരി അപ്പ, എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ അപ്പയും അമ്മയും ഒക്കെ വിളിക്കാട്ടോ. ശരി മോളെ, എന്നാ പിന്നെ അപ്പ വെക്കുക, അപ്പക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ഓക്കെ അപ്പ, ബൈ. ചിന്നു, അപ്പൊ കോള് കട്ട് ചെയ്തായിരുന്നോ? ആ അമ്മ, പപ്പയ്ക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അമ്മയെ ചോദിച്ചായിരുന്നു. ആണോ? പപ്പ എന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്റെ കയ്യിൽ കൊണ്ടു തരാൻ മേലായിരുന്നു വെച്ചേ. പപ്പയ്ക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചതാ അമ്മ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയാമ്മ വിഷമിക്കാതെ. വിഷമോ? എന്ത് വിഷമം? എനിക്കൊരു വിഷമോ ഇല്ല. അത് ശരി അമ്മ. ഇതിന് കുറെ നേരം കൊണ്ട് ആന്റി വിളിക്കുക, അമ്മ ഒന്ന് തിരിച്ചു വിളിച്ചേരെ. ആ മോനെ, ഇതേ വിളിച്ചിട്ട് കിട്ടാനിട്ടാവും. ഞാനൊന്ന് തിരിച്ചു വിളിച്ചു നോക്കട്ടെ. ആഹാ, ചേട്ടൻ വന്നായിരുന്നോ? ചേട്ടൻ ഇത് എപ്പോ എത്തി? ഞാൻ കുറച്ചു നേരമായാലും വന്നിട്ട്. എന്തേ, നീ കണ്ടില്ലായിരുന്നോ? ഇല്ല ചേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു. നീയാണല്ലേടാ എനിക്ക് 15K അയച്ചത്. കാണിച്ചു തരാടാ പ്രൊഫസർ ചേട്ടാ. ഇവളെന്നാത്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന?